എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി 4 മണി ചായയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും സാധാ കാണുന്ന ചേരുവകൾ മാത്രം മതിയിട്ട് ഈ ഒരു സ്നാക്സ് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ഒരു അരക്കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്. അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഒരു അര ഗ്ലാസ് റവ അളന്നിട്ട് എടുത്താൽ മതി. ബാക്കി ചേരുവകൾ നമ്മൾ ഒരു ഗ്ലാസ്സിനനുസരിച്ച് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കണമെന്നുള്ളൂ. അപ്പോൾ അരക്കപ്പ് അളവിൽ റവ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ മൈദയാണ്. ഗ്ലാസ്സിലാണ് അളന്നിട്ടെടുക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് മൈദ അളന്നിട്ട് എടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു അരക്കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര നമ്മൾ പൊടിക്കൊന്നും വേണ്ട, ഇതുപോലെ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു സ്നാക്സിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് പഞ്ചസാര ഏലക്കായിട്ട് മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി മാത്രമാണെങ്കിൽ നമ്മൾ ഇത്രയും ചേർക്കേണ്ട, നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ നമുക്ക് ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മാവൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒരുപാട് ചൂടുണ്ടാവാൻ പാടില്ല. ഒരു ഇളം ചൂടുള്ള വെള്ളം ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു മാവ് ഒരുപാടങ്ങ് ലൂസായിട്ട് പോകരുത്, അതുപോലെ തന്നെ ഒരുപാടങ്ങ് കട്ടിയാകാൻ പാടില്ല. ഏകദേശം 1 കപ്പോളം വെള്ളം നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരും. നമ്മളെടുക്കുന്ന പൊടിയുടെ അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിയോ കുറഞ്ഞെന്നോ ഇരിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ലാസ്റ്റ് നമ്മൾ ആ ഒരു മാവ് മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ട ഒരു പരുവം ഞാൻ കാണിച്ചു തരാം. ആ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് നലിഞ്ഞു വരുന്ന രീതിയിൽ നല്ലപോലെ തന്നെ നമ്മൾ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണേ. അപ്പോൾ നല്ല പോലെ തന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, നമ്മുടെ ഈ ഒരു മാവ് ഈ ഒരു കട്ടിക്കാണ് കേട്ടോ ഇരിക്കേണ്ടത്. ഒരുപാടങ്ങ് ലൂസായിട്ട് പോകരുത്, പക്ഷെ എന്നാൽ ഒരുപാട് കട്ടിയാകാൻ പാടില്ല. ഈ ഒരു പരുവത്തിന് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് നമുക്കിതൊരു 30 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതിവിടെ ഏകദേശം ഒരു 30 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ തന്നെ വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം ഒരു 2 നുള്ളി ബേക്കിംഗ് സോഡ നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ബേക്കിംഗ് സോഡ കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മളിത് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതങ്ങ് പൊങ്ങി വന്നങ്ങ് പൊട്ടിയിട്ട് അതിലേക്ക് എണ്ണ അങ്ങ് കയറും. അപ്പോൾ കുറച്ച് മാത്രം 2 നുള്ളി മാത്രം ബേക്കിംഗ് സോഡ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് ഒരു 2-3 മിനിറ്റ് നമ്മളൊന്ന് വെച്ചതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. നമ്മൾ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഇതുപോലെ നമ്മൾ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് അത്യാവശ്യം ഒരു മീഡിയം ചൂടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇതങ്ങ് പെട്ടെന്ന് പൊങ്ങി വരത്തുള്ളൂ. ഒരു തവിയോളം മാവ് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2-3 സെക്കൻഡിനുള്ളിൽ തന്നെ ഇതുപോലെ പെട്ടെന്ന് അങ്ങ് പൊങ്ങി വരും. പൊങ്ങി വരുന്ന ഒരു സമയത്ത് നമ്മൾ കുറച്ചൊന്ന് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ടിട്ട് വീണ്ടും തീ ഒന്ന് കുറച്ച് കൂട്ടി വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു പൊങ്ങി അങ്ങ് വരുന്ന സമയത്ത് തീ കൂടി കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ മോൾഭാഗം അങ്ങ് പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്, നമ്മളതുപോലെ പൊങ്ങി വരുമ്പോഴത്തേക്കും തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും തീ ഒന്ന് കുറച്ച് കൂട്ടി വെച്ച് കൊടുക്കുക. ഈ ഒരു 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിലേക്ക് അധികം എണ്ണയൊന്നും കുടിക്കത്തില്ല. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഏകദേശം ഈ ഒരു കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് ഓയിലിനകത്ത് നിന്ന് എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മാവും ഓരോ തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന ഒരു സമയത്ത് ഒരു മീഡിയം ചൂടുണ്ടാവണം. എന്നിട്ട് ഇതുപോലെ പൊങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ തീ കുറച്ചിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും തീ ഒന്ന് കുറച്ച് കൂട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു സ്വീറ്റ് പൂ എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് റവയും മൈദയും മാത്രമേ എടുത്തിട്ടുള്ളെങ്കിലും ഇത് കഴിക്കുന്ന ഒരു സമയത്ത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ.
അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.